മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ബസ് അപകടമുണ്ടായ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും. തിരൂർ ജോയിന്റ് ആർടിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി 5 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. സൈബർ വിദഗ്ധന്റെ സഹായത്തോടെ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. അപകടത്തിൽ മരിച്ച വൈഷ്ണവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷാഹിദ് റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാഹിദ്, ഒന്ന് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരം, മറ്റൊന്നിപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും പരിശോധന? എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കും? വെരി ഗുഡ് മോർണിംഗ്. തിരൂർ RTOയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടക്കുക. ഇന്ന് അവിടെ പോയി പരിശോധന നടത്തും. 5 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഗതാഗത മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിശോധന വേഗത്തിൽ നടക്കും. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്നലെ തന്നെ ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക. കൂടാതെ ബസിന്റെ ഫിറ്റ്നസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. കൂടാതെ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ, അത് സൈബർ വിദഗ്ധന്റെ സഹായത്തോടു കൂടിയിട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നലെ ഈ ചങ്ങരകുളം സ്വദേശിയായിട്ടുള്ള ഷബീറിനെതിരെ മനഃപൂർവ്വമില്ലാത്ത നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഷബീർ ആയിരുന്നു ബസിന്റെ ഡ്രൈവർ എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ഇന്നലെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഏകദേശം 3 ആളുകളുടെ നില കുറച്ച് ഗുരുതരമാണ് എന്ന കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ കുഴപ്പമില്ലാതെ സാരമായ പരിക്കുകൾ, ചെറിയ രീതിയിലുള്ള പരിക്കുകളോടുകൂടി വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയത്ത് ഇന്നലെ മരിച്ചിട്ടുള്ള കോഴിക്കോട് പെരുവയൽ സ്വദേശിയായിട്ടുള്ള വൈഷ്ണവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ശരി, ഷാഹിദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.